വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത് അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. 3-ാം അധ്യായം മുതൽ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കാണുന്നുണ്ട്. 3-ാമത് അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്ത് ചെയ്തു? തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറയുന്നു. എന്നാൽ അതിനിടയ്ക്ക് യേശു പ്രാർത്ഥിച്ച 3-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 5-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 6-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 9-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 11-ാം അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്നു, 18-ാമത് അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നു മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. 19-ാമത് അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു, പഠിപ്പിക്കുന്നു, എൻ്റെ ആലയം എന്തെന്ന് വിളിക്കപ്പെടണം? പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. അതെല്ലാം വിട്ടിട്ട് 21-ാമത് അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും അന്ത്യകാലത്തെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് 21-ാമത് അധ്യായത്തിൽ പറയുന്നു. 21-ാമത് അധ്യായം നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്നിട്ട് പറയുന്നു അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ലൂക്കോസ് അങ്ങനെ വായിച്ചു വരണം. 1-ാം അധ്യായം മുതൽ ഈ പ്രാർത്ഥനാ അന്തരീക്ഷം, പ്രാർത്ഥിക്കുന്ന യേശുവിനെ, പ്രാർത്ഥനയുടെ സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. അപ്പം ആ സുവിശേഷത്തെ നമ്മൾ കാണുകയാണ്. 21-ാമത് അധ്യായത്തിൽ കാണുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് 3 ട്രാപ്പുകളാണ് മനുഷ്യൻ ഇന്നുണ്ടായേക്കുന്നത്. 1 അതിഭക്ഷണം, 2 മദ്യപാനം, 3 ഉപജീവന ചിന്ത. ഉറക്കെ പറഞ്ഞേ, മറക്കരുത്. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവനം. ഇത് സാർവത്രികമായ പ്രതിഭാസമാണ്. പണ്ട് നമ്മളെല്ലാവരും പട്ടിണി കൊണ്ട് മരിച്ചെങ്കിൽ ഇന്നത്തെ പട്ടിണി ഇല്ലെന്നല്ല പറയുക, പട്ടിണി ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പട്ടിണിയല്ല, എന്താണ്? അതിഭക്ഷണമാണ്, അല്ലേ? അതിഭക്ഷണം കൊണ്ട് മരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും 2 മദ്യപാനത്താലും. മദ്യപാനിക്കുന്നവൻ്റെ ശരാശരി പ്രായം 21, 18, 17, ഇപ്പം എത്തിയിരിക്കുന്നത് 13-ആണ്. 13-കാരൻ മദ്യപിക്കുന്നു. 13 പറയുമ്പോൾ എത്ര വയസ്സായി? 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൻ്റെ കയ്യിൽ ബിയർ കുപ്പി കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ഇച്ചിരി പേടിച്ചോണം. അതിനെ പിന്നെയും പേടിക്കാം. പക്ഷേ അതിലും വലിയൊരു അപകടം ഇന്ന് വന്നിരിക്കുന്നു. എന്താണെന്നറിയാമോ? കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിതമായ ഉപയോഗം. ഞാൻ റാന്നിക്കാരനായതുകൊണ്ട് പറയും, ഇടുക്കിയിലൊക്കെ വിളയുന്ന പല കഞ്ചാവുകളുടെയും വലിയൊരു കുത്തക വ്യാപാരമായിട്ട് റാന്നിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. റാന്നി എന്നല്ല, പല സ്ഥലങ്ങളിൽ. വേറെ പേടിക്കേണ്ട ഒരു കാര്യം, ഇവർ പലരും നോട്ടമിടുന്ന ആരെയാണ്? കൊച്ചു മക്കളെയാണ്. മദ്യപിച്ചതൊക്കെ പെട്ടെന്നറിയായിരുന്നു. ഒന്ന് കുടിച്ചു, അവൻ ഛർദ്ദിച്ച്, അവൻ്റെ ഇടപാട് തെറ്റി, അവനെ അമ്മ എടുത്തിട്ട് അറിഞ്ഞ് ചിലർ അതുകൊണ്ടുകൂടി എന്തു ചെയ്യും? രക്ഷപ്പെടും. പക്ഷേ ഈ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് അറിയത്തില്ല, ഒരു കുറേ നാൾ കഴിഞ്ഞേ അറിയത്തുള്ളൂ. പിന്നെ ഇവനിത് അപ്പം ഈ പഞ്ചാബ് സിഗരറ്റിൻ്റെയൊക്കെ പാക്കറ്റിനകത്തോട്ട് അതിൻ്റെ പഫ് കുത്തിക്കളഞ്ഞ് കഞ്ചാവ് കയറ്റി വെച്ചിട്ട് പിള്ളേരെ നിർബന്ധിച്ച് സിഗരറ്റ് വലിപ്പിക്കുന്ന ലാഘവത്തോടെ വലിക്കുമ്പോൾ അതിനകത്ത് കഞ്ചാവ് ഉണ്ടെങ്കിൽ 2 വട്ടം വലിച്ചാൽ പിന്നെ അവൻ തപ്പിപ്പൊക്കോളും. പൊക്കോളും. പിന്നെ അവൻ കാരിയേഴ്സായിട്ട് മാറും. ഇതൊരു ഭയങ്കര വിഷയമാണ്. ഞാൻ അങ്ങനെയുള്ള പല കുട്ടികളെയും കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഭയങ്കര ഭാഗ്യം. എത്ര വലിയതാണേലും പുറത്തു കൊണ്ടുവരാൻ ഭയങ്കര ട്രാപ്പാണ്. അതൊരു വലിയ വിഷയം. മദ്യപാനം, ലഹരി. പക്ഷേ ആ ലഹരി പോലെ തന്നെ ഇന്ന് മനുഷ്യനെ അഡിക്റ്റ് ആക്കുന്ന മറ്റൊരിതാണ്, ഏറ്റവും വലിയ ലഹരിയാണ് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം. മദ്യപൻ്റെ കയ്യിൽ രാവിലെ കുപ്പി കിട്ടിയില്ലെങ്കിൽ അവനെ കിടന്ന് എന്ത് ചെയ്യും? വിറയ്ക്കും. അവൻ വയലൻ്റ് ആവും. ഈ വയലൻ്റ് ആവും. നിങ്ങൾക്ക് നോക്കിയോ, നിങ്ങളുടെ കൊച്ചൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആ രാത്രി ഫോൺ എടുത്തൊന്ന് മാറ്റി വെച്ച് രാവിലെ എഴുന്നേറ്റ് അവൻ പൂട്ടി വെക്കാം. ധൈര്യമുണ്ടോ? പ്രത്യേകിച്ച് അച്ചായം വീട്ടിലില്ലെങ്കിൽ അതൊന്ന് പൂട്ടി വെക്കാവും. ഞെക്കിക്കൊന്ന് അവൻ എടുത്തോട്ട് പോകും. എന്താ കാര്യം? ചവിട്ടി പൊട്ടിക്കവൻ. അത്രയും പൈസക്ക് മതി. വരുന്നുണ്ടോ ചോദിക്കും. ഇടയ്ക്ക് രാവിലെ കൊണ്ടുവന്നു. ഞാനിങ്ങനെയുള്ള ഒത്തിരി പേരെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മ വിളിച്ച് ഓടി പോവാ. എന്താ കാര്യം എന്നറിയാം? ഈ ചെറുക്കൻ ആരാണ്ട് പെണ്ണിനോട് ചാറ്റ് ചെയ്തപ്പോൾ അമ്മ എടുത്ത് ഒറ്റ ഹീറോ വെച്ച് കൊടുത്തു. ഇവൻ രാവിലെ വീട് തല്ലി പൊട്ടിക്കുകയാണ്. അവസാനം പിടിച്ചു കെട്ടുന്ന ഒരു എങ്ങനെയെല്ലാം ഭ്രാന്താകും അതുപോലെ കളിക്കുന്നു. എന്താ കാര്യം? ലഹരി, അഡിക്ഷൻ. ഭയങ്കര വല്ലാത്തൊരു അഡിക്ഷനിലേക്ക് പോവുകയാണ് മൊബൈൽ. ഈ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇപ്പോഴിരിക്കുന്നില്ല. ആർക്കും ആരോട് എന്ത് ചെയ്യണ്ട? മിണ്ടണ്ട. ആരോടെങ്കിലും മിണ്ടോ? എന്നെ ഉണ്ടാ മോനെ വിശേഷം? ഒന്നുമില്ല. പിന്നെ ഇതിനകത്തിരിക്കുക. ഏതാണ്ട് അവൻ ആരോടോ സംസാരിക്കുക. എനിക്ക് ഇടയ്ക്കൊരു രസം, കുഞ്ഞ് കരഞ്ഞോണ്ടെന്ന് പറയാം, ഈ അച്ചായൻ അഡിക്റ്റാ ഫോണിന്. ആ അച്ചായൻ സ്വന്തം മോക്ക് അടുത്ത മുറി ഇരുന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയച്ചു. എന്നിട്ട് ആ കൊച്ചോണ്ട് പറഞ്ഞു, എന്നോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അതിന് പോലും അയാൾ വാ വിളിക്കത്തില്ല. അയാൾ അയക്കുക ആരോട്? ഇതുകൊണ്ട് വലിയ അപകടമുണ്ട്. ആരെയും ഫേസ് ചെയ്യാനൊക്കത്തില്ല. പിള്ളേർ ചെസ്സ് കളിക്കും, പന്ത് കളിക്കും. എവിടാ? പന്ത് കളിക്കുന്നതും ചെസ്സ് കളിക്കുന്നതും എല്ലാം എവിടാ? മൊബൈലിലാണ്. എന്താ അർത്ഥം എന്നറിയാം? 1 കൈ ബലമില്ല, 2 ചെസ്സ് കളിച്ചാൽ തോക്കും. ഇവിടെ കളിച്ചാൽ തോൽവിയില്ലല്ലോ. മനുഷ്യനോട് തോക്കാൻ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് മനുഷ്യനെ ഫേസ് ചെയ്യാത്തൊരു തലത്തിലേക്ക് പോകുന്നു. പിന്നെ കുറേ ഈയിടയ്ക്ക് എനിക്കൊരു വായനയിൽ അറിവ് കിട്ടി, കുറേ നാൾ ഇങ്ങനെ നോക്കിയിരുന്ന ഒരു കുഴപ്പം പറ്റും, ഈ പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോകും.
ഈ പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോയാൽ പിന്നെ പെടലി പൊങ്ങത്തില്ല. അതിപ്പോൾ യൂറോപ്പിലൊക്കെ തുടങ്ങിയെന്ന്. ഈ പെടലി ഒടിയൻ്റെ ഒരു പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോകും. അപ്പോൾ ആ ചിന്തകൻ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ഒടിഞ്ഞു പോയാൽ നാളെ അവന് നിരാശ ഉണ്ടായാൽ തൂങ്ങിച്ചാകാൻ പോലും ഇവനെ കൊള്ളത്തില്ല. കാരണം ഈ കഴുത്തൊന്ന് കയറ്റി വെക്കണ്ടേ, എന്നാലേക്ക് ചാകാനൊക്കത്തുള്ളൂ. അതുപോലെ ഗതികളിലേക്ക് പോകും. എന്താ കാര്യം? നിങ്ങളുടെ അതിഭക്ഷണവും മദ്യപാനം. മൂന്നാമത്തെ കാര്യം നാളെക്കുറിച്ചിൻ്റെ. ഇതെല്ലാം വന്നിട്ട് ഈ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരും. ഏത് ദിവസവും. എന്നിട്ട് പറയാണ്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. ഉറക്കെ പറഞ്ഞ്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. എൻ്റെ പ്രിയരെ, ഒഴിഞ്ഞു പോകണം. ഇതാണ് ദൈവമക്കളുടെ പ്രാർത്ഥന. ഈ കൺവെൻഷനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം. നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ ചുമ്മാ ബഹളമായിട്ട് തോന്നും. ഞാനിന്ന് രാത്രി വലിയ ബഹളമൊന്നും വെക്കാതെ സംസാരിക്കുന്നു. എന്നാൽ ഈ കൺവെൻഷനുകളെ നിങ്ങൾ ബഹളമായിട്ടൊക്കെ കാണുന്നവരെ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഇവിടെ മാത്രമല്ല ഈ ശബ്ദ പരിധിക്കകത്തുള്ള പല കുടുംബങ്ങളിൽ നിന്നും ദുരന്തങ്ങളെ ഒഴിച്ചുവിടാൻ കെൽപ്പുള്ള ദൈവപ്രവൃത്തിയാണ് ഈ പ്രാർത്ഥനയെ വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. ഞാൻ പലയിടത്ത് പ്രസംഗിച്ചിട്ട് പോന്നു കഴിഞ്ഞുണ്ടായിട്ടുണ്ട്. അവർ ഈ വചനം, ഇതേ വചനം പ്രസംഗിച്ചിട്ട് പോന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പിറ്റേ ദിവസം ആന മതവിളകി, പക്ഷെ മരണങ്ങൾ മാറിപ്പോയി. സംഘർഷങ്ങളുണ്ടായി, കത്തിക്കുത്ത് മരണങ്ങൾ മാറിപ്പോയി. എന്താ കാര്യം? ഒഴിച്ചു വിടുന്ന ഒന്നാണ് ദൈവമക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ച് ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. ഉറക്കെ പറഞ്ഞ്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം. ഇതെൻ്റെ ഒരു ഭയങ്കര അനുഭവമാണ്. അതുകൊണ്ട് എന്നോട് കർത്താവ് പറഞ്ഞത് എനിക്ക് പറയാനിരിക്കാനൊക്കെ, ഞാൻ ദൈവമക്കളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥനയും മടുപ്പില്ലാതെ പോരാടണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവികതമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും. എൻ്റെ ഒരു വലിയ അനുഭവം, പല അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒത്തിരി, ഒരു 100ഓളം അനുഭവങ്ങൾ എനിക്ക് എണ്ണി പറയാം. എന്നാൽ ഏറ്റവും അടുത്തിടെ ഉണ്ടായ കൃത്യം 1.25 വർഷം, ഏതാണ്ട് 1-2 വർഷം ആകുന്നു, അതിനു മുമ്പുണ്ടായൊരു സംഭവം. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ രാവിലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വാക്യം വായിക്കണം, നിനക്കുള്ള ദൂതാന്ന് പറഞ്ഞു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നോടുള്ള ദൂത. ഞാൻ പെട്ടെന്ന് ചർച്ച 21 ദിവസത്തെ ഉപവാസം വെച്ചു. 21 ദിവസത്തെ ഉപവാസം. വിഷയം ഇതാണ്. ഈ വിഷയം, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. പ്രാർത്ഥിച്ചു. 18ാമത്തെ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞ്, ഞങ്ങളുടെ അവിടെയുള്ള ഒരു LIC കെട്ടിടം, 3 നില കെട്ടിടം, അതിൻ്റെ മുകളിൽ കയറി പ്ലംബിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഏണി എടുത്തപ്പോൾ ഏണി പോയിട്ട് ഒരു ലൈനെ ചെന്ന് തട്ടിയിട്ട് അവൻ ചത്ത് താഴെ വീണു. നൊരേമ്പതയം വന്നു. അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാരെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ മരിച്ചു പോയെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർക്ക് ഒരു സംശയം. അയാൾ വീണ്ടും വന്ന് അവന് CPR കൊടുത്തപ്പോൾ അവനൊരു അനക്കം വന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു ഡോക്ടർക്ക് തോന്നണമെങ്കിൽ ഒരു കാര്യമുണ്ട്. വേദവസം പഠിപ്പിക്കുന്നു, എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ദൈവം നിന്നെ സഹായിക്കണമേ. അവർ ഇടറി വീണു, ആരും സഹായിപ്പാൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിലേ കൃത്യസമയത്ത് ഡോക്ടറെ പോലും കിട്ടത്തുള്ളൂ. അല്ല, ഡോക്ടറെ കിട്ടിയത് കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെട്ടത്, ദൈവം ഡോക്ടറെ അവിടെ ഇരുത്തിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതല്ല എൻ്റെ പരമാർത്ഥം. അപ്പം നോക്കൂ, ഈ ഡോക്ടർക്ക് ഒരു സ്വല്പം ഡോക്ടർ CPR കൊടുത്തിട്ട് ഇവനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ മാറ്റി. വെന്റിലേറ്ററിൽ മാറ്റുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ ഇനി കിട്ടിയിട്ടും കാര്യമില്ല, ബ്രെയിൻ ഡെത്ത് ആയിപ്പോയി കൊച്ചന്. എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു, സാരമില്ല, ശ്രമിക്കുക. പക്ഷെ എൻ്റെ പൊന്നു പ്രിയരെ, നടന്ന സംഭവം എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യം. ഞങ്ങളത് ആഘോഷിച്ച, ദൈവസന്നിധി സ്തുതിയും സ്തോത്രവുമായിട്ട് ആഘോഷിച്ചൊരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വെന്റിലേറ്റർ കയറ്റാം. അന്ന് രാത്രി പ്രാർത്ഥിക്കായിരുന്നു. കർത്താവിനോട് ചോദിച്ചു, കർത്താവെ 18 ദിവസമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഒഴിഞ്ഞു പോകാൻ. എന്നിട്ട് ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പക്ഷേ അത്ഭുതം ചെയ്തു. ദൈവം ഒരു കാര്യം ചെയ്തു. അവനെ അത്ഭുതകരമായിട്ട് ആ വെന്റിലേറ്ററിൽ നിന്ന് റിക്കവറായി, ICU ഇറങ്ങി, റൂമിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അവൻ നേരെ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടുണ്ട് പറഞ്ഞു, അച്ചാച്ച ഒരു യോഗം നടത്തണം എൻ്റെ വീട്ടിൽ. അച്ചാച്ചൻ്റെ ഡേറ്റ് വേണം. എൻ്റെ ഡയറി എടുത്ത് നോക്കി അവൻ എൻ്റെ ഡേറ്റ് ഒരു യോഗം അവൻ്റെ വീട്ടിൽ വെച്ചു. ഒരു സന്ധ്യയ്ക്ക് ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പ്രിയരെ, ഞാനൊരു സ്തോത്ര പ്രാർത്ഥനയ്ക്ക്, ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് എന്നതാ. ഞാൻ ചെന്നപ്പോൾ അവൻ്റെ മുറ്റത്ത് പന്തലിട്ടേക്കുന്നു, ഒരു കൺവെൻഷൻ പോലെ. റോഡ് മുതൽ ലൈറ്റ് ഇട്ടേക്കുന്നു, മൈക്കെല്ലാം വെച്ചേക്കുന്നു, ആളുകളെല്ലാം പാടുക നിൽക്കുന്നു, കൊയറെല്ലാം ഉണ്ട്. ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് അകത്ത് പോയപ്പോൾ അതിലും അത്ഭുതം, 10-250 പേർക്കുള്ള ചിക്കൻ ബിരിയാണി. ആ അയൽവക്കക്കാർ മുഴുവൻ ജാതിമത ഭേദമന്യേ അവിടെ കൂടിയിട്ടുണ്ട്. അവൻ ഓരോ വീട്ടിലും പോയി വിളിച്ചു. ഈ സംഭവം പത്രത്തിലൊക്കെ വന്നായതുകൊണ്ട് എല്ലാവരും വന്നു. അന്ന് ഇവൻ എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, അച്ചാച്ചൻ പറയുന്ന പോലെ എനിക്ക് പറയാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്ന പോലെ ഇന്ന് രാത്രി പ്രസംഗിക്കാവും. ഞാൻ ചോദിച്ചു, എന്താ പ്രസംഗിക്കേണ്ടത്? അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ, പക്ഷേ അത് യോഗം നടത്താനല്ല, എൻ്റെ ശവം കൊണ്ട് വെക്കാനായിരുന്നേനെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ പാട്ടുകാരെ പാടിയേനെ, പക്ഷേ ഈ പാട്ട്
പാട്ടല്ല, സാകെ അല്പം നേരം മാത്രം എന്നുള്ള സമയാമൻ്റകത്തിൽ പാടിയനെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഭക്ഷണം കൊടുത്തേനെ, പക്ഷേ ഈ ഭക്ഷണമല്ല, ഒന്നീ ബന്നിയും കാപ്പി അല്ലെ കഞ്ഞിയും പയറും മരണം വീട്ടിൽ കൊടുക്കുന്ന ഫുഡ് കൊടുത്തേനെ. എന്നാൽ ഇന്ന് പന്തലിട്ടത് സ്തോത്രത്തിനാണ്, ഇന്ന് കൊയറ് പാടുന്നത് സ്തുതിയുടെ പാട്ടുകളാണ്. ഇന്ന് പ്രിയരെ ഇവിടെ കൊടുക്കുന്നു ചിക്കൻ ബിരിയാണിയാണ്. കാരണം കൂടെ വിളിച്ച് പറയണം. എന്താ കാരണം? മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. ഈ കൺവെൻഷൻ്റെ കടശ രാത്രി ഞാൻ പറയട്ടെ, ഈ കൺവെൻഷൻ മുഖാന്തരം ദേശത്ത് പോലും സംഭവിക്കാനുള്ള ദുരന്തങ്ങളെ ഒഴിച്ചുവിടുന്ന ഒരു ദൈവപ്രവൃത്തിയായി വെളിപ്പെടും. ഈ ദേശത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ച്, ഇവിടെയുള്ള ചുറ്റുപാടുള്ള സകല കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ മതത്തിൻ്റെ ആളല്ല, ഞാനൊരു മതത്തിൻ്റെ ആളല്ല. ഞാൻ യേശു കർത്താവിൻ്റെ ഒരു സാക്ഷി മാത്രമാണ്. ഈ എളിവൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമായി യേശു. തലേ ദിവസം ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ റോഡേ നടന്നു വരികയാണ്. SLCയുടെ റിസൾട്ട്, അന്ന് SLC ആണ്, റിസൾട്ട് അറിഞ്ഞിട്ട് വരുന്ന അന്ന് നെറ്റില്ല. നമ്മൾ ഈ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ പോയിട്ടാണ് റിസൾട്ട് അറിയുന്നത്. അത് ഒരു 10-15 വർഷം കൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. അത് റിസൾട്ട് അറിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ വരുന്നു. എൻ്റെ അമ്മയുടെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുക. ഞാനപ്പോൾ അമ്മയോട് എടുത്തവായി പറഞ്ഞു, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനും എൻ്റെ കൂടെ 10-ലുണ്ടായിരുന്നു. അവന് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, എനിക്ക് അന്ന് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് കുശുമ്പായതുകൊണ്ട് അമ്മയുടെ മുഖം വല്ലായിരിക്കുന്നു. എന്നടാ അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടി, എനിക്ക് ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ. അമ്മ ഇത് നല്ലതല്ലോ. എൻ്റെ അമ്മ ഉണ്ട് പറഞ്ഞിട്ട് മറുപടി ഉണ്ട്, എടാ അവൻ പഠിച്ചിട്ട് കിട്ടിയത്, അവൻ പുസ്തകം എപ്പോഴുമായിരുന്നു, നിനക്ക് ദൈവം തമ്പുരാൻ തന്നതാണ്, ഓസിന് കിട്ടിയതാ. നമ്മൾ ഈ ഉഴപ്പനായിരുന്നു. ലാസ്റ്റ് മൊമെൻ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. മറ്റും ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ പഠിപ്പിച്ചിന് കിട്ടിയത് അവൻ പഠിച്ചത് കൊണ്ടാണ്. എനിക്ക് കിട്ടിയത് ദൈവം തമ്പുരാൻ ഗ്രേസാണ്. അപ്പോൾ അമ്മ പറയും. പിന്നെ ഞാൻ ചോദിച്ചാൽ അമ്മ എന്തിനാ വല്ലായിരിക്കുക? അറിയാൻ വയ്യട മോനെ, നിൻ്റെ മുമ്പിൽ എന്തോ വലിയൊരു അനർത്ഥം വരാൻ പോകുന്നു. അന്ന് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ഒരു നൈറ്റി ഇട്ട് ഒരു കീറപ്പായിരുന്ന് കരയുന്ന ഒരമ്മ, രാത്രി മുഴുവൻ കരച്ചിൽ. പിറ്റേ ദിവസം ഒരു വെള്ളം പോലും കുടിക്കാതെ അമ്മ പായായിരിക്കുക. അന്ന് 5 മണിക്കാണ്, 6 മണിയോട് അടുത്തപ്പോഴാണ് എന്നെ കറണ്ടടിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, അതിനൊരു 24 മണിക്കൂറല്ല, ഏകദേശം 48 മണിക്കൂർ മുമ്പ് ഒരമ്മ കരയാൻ തുടങ്ങി. എന്താണെന്നറിയത്തില്ല. പക്ഷേ അതിൻ്റെ മുമ്പിൽ മരണം മാറിപ്പോവുകയാണ്. ഇന്ന് രാത്രി നിന്നെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയെ നഗരത്തിൻ്റെ തിരക്കുകൾക്കകത്ത് സമയമില്ലെന്ന് ആരും പറയരുത്. കഥദാസന്മാരെ, ഒരു പ്രേരണ തോന്നിയാൽ അന്നേരം ഉപവാസം പ്രഖ്യാപിക്കണം. അപ്പോൾ ആരോടും ചോദിക്കേണ്ട, ദൈവം പറഞ്ഞാൽ പ്രഖ്യാപിച്ചോണം. ആരുമില്ലെങ്കിലും ഇരിക്കണം. എന്താ കാര്യം? ഒഴിച്ചു വിടുന്ന ദൈവപ്രവൃത്തികൾ നടക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇവിടെയുണ്ട്. പ്രാർത്ഥനയിൽ പോരാടുക. 2004 സമയങ്ങളിൽ ഒത്തിരി സംഭവങ്ങളുണ്ടായതിൽ ഒരു സംഭവം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. 3 മാസം പ്രായമായ കുഞ്ഞ് എൻ്റെ ഭാര്യയുടെ മടിയിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു മാരുതി 800 ഓടിച്ചുകൊണ്ട് വരുന്നു. അതിന് നോൺ AC കാറ്, ഗ്ലാസ് എല്ലാം തത്തിട്ടിരിക്കുന്നു. അന്ന് സീറ്റ് ബെൽറ്റ് കമ്പൽസറി അല്ല. പെട്ടെന്ന് എന്നോട് ദൈവാത്മാ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാൻ. ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടെ കൂട്ടി സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇച്ചിരി ഭാര്യ എൻ്റെ ചോദിച്ചു, എന്തിനാ ചേച്ചി ഇപ്പോൾ ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്നെ വട്ടാണോ? ഞാൻ പറഞ്ഞല്ല, ഞാനിട്ടു. രസം തോന്നി. നീ അങ്ങനെ അവിടെ ഇരുന്നു, നല്ല രസം നിന്നെ ഇപ്പം ഇങ്ങനെ കാണാൻ. അങ്ങനെ ഇട്ടു. ഒരു 2 മണിക്കൂർ 2-3 കിലോമീറ്റർ മുമ്പോട്ട് പോയി. ഞാൻ ഈ എളിയവൻ ഉറങ്ങിയിട്ട് ആ സൈഡിൽ നിന്ന് ഒരു കുഴിക്കകത്ത് മറിഞ്ഞു. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് കൊച്ചനങ്ങിയില്ല, അവിടെ ഇരുന്നു. എന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കൂടെ ഞങ്ങളെ പുറത്തിറക്കി, കാർ എടുത്തു. ഒരു കുഴപ്പം പറ്റാതെ ഞങ്ങൾ വീട്ടിൽ വന്നു. ചെറിയൊരു ഗ്ലാസ്സിന് സ്ക്രാച്ചസ്, അതിക്കുള്ളൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്നിട്ട് എൻ്റെ പൊന്നു പ്രിയനെ, ഞാൻ ഈ സാക്ഷ്യം സഭയിൽ പറഞ്ഞപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, എത്ര മണിക്കായിരുന്നു മോനെ? ഞാൻ പറഞ്ഞൊരു 3:30 മണിയായി. ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ഒരു മിറ്റം തൂക്കാനിറങ്ങി. മിറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവശബ്ദം കേട്ടു, ചൂല് താഴെ ഇടുക, പ്രിൻസ് മാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് അവരെനിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കർത്താവ് പറയുന്ന സീറ്റ് പറ്റിടാൻ. ഇന്ന് രാത്രി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. എന്ത് ശക്തി? ദൈവഹിതമല്ലാത്ത സകല മരണങ്ങളെ ഒഴിച്ചുവിടാനുള്ള ഒരു വലിയ ശക്തിയാണ് പ്രാർത്ഥന. മനസ്സിലാക്കുന്നവർ പോരാടാൻ തയ്യാറായിക്കണം. 2019 ആദ്യ മാസങ്ങൾ, 1 മാസം നമ്മളെ പിന്നിട്ടു. ഇനിയും വരുന്നു 11 മാസങ്ങൾ. ആർക്കും സഹിച്ചുകൂടാത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ പട്ടണവാസികളെ കർത്താവ് പറയുന്നു, ഉണർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒഴിഞ്ഞു പോകാൻ ദൈവത്തിന് കഴിയും. രണ്ടാമത്തെ അവിടുത്തെ ഒരു ഘടകം, ഈ സംഭവിക്കാനുള്ള ഒഴിഞ്ഞു പോകണം വേണം. 2, മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ എന്താകണം? പ്രാപ്തരാകണം. ലോകം കാത്തു നിൽക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ വരവ്. കർത്താവ് വരും, യാഥാർത്ഥ്യം. പക്ഷേ കർത്താവ് വരുമ്പോൾ ഒരു വലിയ ഒരു സംഭവം ഉണ്ടാകും. ഇപ്പോൾ 2 പേര് തിരികല്ലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ വിടപ്പെടും. 2 പേര് കട്ടിലേക്ക് കിടക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ വിടപ്പെടും. എന്താ കാര്യം? എല്ലാ കട്ടിലേയും കിടക്കുന്നവർ 2 പേരും പോകത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം.
ഒരുങ്ങപ്പെട്ടവർ പോകും. അവിടെ വിടപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ന് ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. ഉണർന്ന് സമയം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുമ്പോൾ എന്തോ പറ്റും? അതിൻ്റെ ജഡീകതകളെ ഉരുക്കിക്കളയുക, അതിൻ്റെ വല്ലായ്മകളെ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്നുള്ള ജയം തരും. ഇന്ന് രാത്രി പറയട്ടെ, സെക്കൻഡ് ചാൻസ് ഇല്ലാത്ത ഒരു വലിയ യാഥാർത്ഥ്യം മനുഷ്യനെ അഭിമുഖീകരിക്കാൻ ഏത് നിമിഷം തയ്യാറായിക്കണം. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. രണ്ടാണെങ്കിലും മറ്റൊരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഇന്ന് രാത്രി ഒരു കാര്യം അമിതമായി പ്രാർത്ഥിക്കുക. എത്ര പേർ പ്രാർത്ഥനയ്ക്ക് ഉറക്കം? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കെടുത്തിക്കളഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവരെ ഒതുക്കിയിട്ട് കുടുംബങ്ങളിലേക്ക് ദുരന്തങ്ങളെ വരുത്തി വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പിശാച് നിന്നെ ആദ്യം കെട്ടി നിൻ്റെ പ്രാർത്ഥനയെ കെട്ടിയത് കൊണ്ടാണ് നിൻ്റെ കൊച്ചു കെട്ടപ്പെട്ടത്. ഇന്ന് രാത്രി നിൻ്റെ കൊച്ചിൻ്റെ കെട്ടഴിയപ്പെടാൻ ഒരു വഴി. അമ്മേ, നിൻ്റെ പ്രാർത്ഥന ഉയരണം. പ്രിയപ്പെട്ടവനെ, നിൻ്റെ പ്രാർത്ഥന കെട്ടിയത് കൊണ്ടാണ് നിൻ്റെ വീടിനകത്ത് വല്ലാത്ത ബന്ധനങ്ങൾ കയറി വന്നത്. ഇന്ന് രാത്രി ആ ബന്ധനങ്ങൾ, പ്രാർത്ഥനയുടെ കെട്ടുകൾ അഴിഞ്ഞാൽ ഇന്ന് രാത്രി നിൻ്റെ വീടിനകത്തെ കെട്ടുകളെ അഴിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തെ, അധികാരത്തെ കർത്താവ് നിങ്ങൾക്ക് പകരപ്പെടുന്നുണ്ട്. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടത്. ഞാൻ പറയുന്നത് വളരെ ശാന്തമായിട്ട് പറയുന്നു. നിങ്ങളുടെ അകത്തേക്ക് ഇന്ന് രാത്രി ആത്മാവ് ഈ വചനത്തെ ഇടിച്ചു കയറ്റുകയാണ്. മറക്കരുത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഒഴിഞ്ഞു പോകണം; രണ്ട്, മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ നിൽക്കപ്പെടണം. വിടപ്പെടരുതേ. പേടിയോടാ ഞാനും പറയുന്നത്. കാരണം മറ്റൊരു ചാൻസ് ഇല്ലല്ലോ. മറ്റൊരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട്, സെക്കൻഡ് ചാൻസ് ഇല്ലാത്ത വലിയ യാഥാർത്ഥ്യത്തിൽ വിടപ്പെടാതെ പോകണം. എല്ലാം നേടിയിട്ടും അവിടെ വിടപ്പെട്ടാൽ എന്താ കാര്യം? നോക്കൂ, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും എന്ത് ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിക്കണം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. 22-ാമത് അധ്യായത്തിൻ്റെ 39 മുതൽ വാക്യങ്ങൾ. പിന്നെ അവൻ പതിവ് പോലെ എവിടേക്ക് പോയി? ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. കർത്താവിൻ്റെ അന്ത്യ പ്രാർത്ഥന കാണുകയാണ്. പതിവ് പോലെ പുറപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം സത്യമാണ്. യേശു കർത്താവിൻ്റെ ഒരു പതിവ് സ്വഭാവമായിരുന്നു ഒലിവുമലയിൽ പോയി എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, പ്രാർത്ഥന നിങ്ങളുടെ ഒരു സ്വഭാവമാണോ? പ്രാർത്ഥന നിങ്ങളുടെ പതിവൊരു സ്വഭാവമാണോ? ഞാൻ ഒരു വാക്കിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നതല്ല, ആത്മാവിൽ ഇങ്ങനെ പുറപ്പെട്ടു പോയി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഒരു പതിവ് സ്വഭാവമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: കുരിശ് നിങ്ങളെ തകർക്കാനാണെങ്കിലും അത് നിങ്ങളെ തകർക്കത്തില്ല. അത് നിങ്ങളുടെ ജയത്തിൻ്റെ മാർഗമായിട്ട് മാറും. തകർക്കാൻ ഉപയോഗിച്ചെടുത്ത് ജയമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വരാൻ പോകുന്ന കുരിശുകളെ കണ്ടുകൊണ്ട് തലേരാത്രി നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഗതസമന പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകണം. ഭാരതസഭയെ ഞാൻ ഇന്ന് രാത്രി ഉണർത്തുകയാണ്. വരാൻ പോകുന്ന വലിയൊരു കുരിശ് ഭാരതസഭയെ നോക്കി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന സഭ ഉണർന്നാൽ പലതിനെയും ആഘോഷമാക്കാൻ നമുക്ക് കഴിയും. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ പറയുക? ചിലത് വാളുപോലെ നമ്മുടെ നേരെ വരുന്നുണ്ട്. എന്നാൽ ആ വാള് കണ്ടുകൊണ്ട് ഇന്ന് രാത്രി പ്രത്യേകിച്ച് തെക്കനാട്ടിലുള്ള ദൈവമക്കളെ നെഞ്ചുപൊട്ടി നാളത്തെ വാളുകളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ വാളുകൾ നമ്മളെ ഒതുക്കത്തില്ലെന്ന് മാത്രമല്ല, ഞാനിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. കർത്താവ് കല്ലേറ് ദൂരം. കർത്താവ് എനിക്കൊരു ഉത്തരം തന്നു. എന്താണ് കല്ലേറ് ദൂരം? ഒരു ഫ്രൈസാണ്. നമ്മൾ പറയും ഒരു വണ്ടിപ്പാട് അകലം, ഒരു വാഴപ്പാട് അകലം എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഒരു ഫ്രൈസാണ് കല്ലേറ് ദൂരം എന്ന് വെച്ചു. പക്ഷെ അതിനകത്തും കർത്താവ് എന്നോട് ദൂതം പറഞ്ഞു, കല്ലേറ് ദൂരത്തിനകത്തും വ്യത്യാസങ്ങളുണ്ട്. കല്ലേറ് ദൂരം ഒരു കല്ലെറിയാൻ നോക്കുന്ന ദൂരം, അതിനകത്തും വ്യത്യാസങ്ങളില്ലേ? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കല്ല് കൊടുത്തിട്ട് എറിയാൻ പറയുക, അവൻ ഇച്ചിരി ചെറിയ എറിയ. ഒരു വിറയ്ക്കുന്ന ഒരു അപ്പച്ചൻ, പാർക്കിൻസൺസ് ആണേ, അപ്പച്ചൻ്റെ കയ്യിലോട്ടൊരു കല്ല് കൊടുത്തേ എന്തോരം പോകും? ഇച്ചിരി പോകും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ്റെ കയ്യിലൊരു കല്ല് കൊടുത്തിട്ട് പറയാം എറിയാൻ, അതങ്ങ് ദൂരെ പോകും. അപ്പം കല്ലേറ് ദൂരം ആരുടെ ദൂരമാണ്? അവനവൻ്റെ ദൂരമാണ്. കർത്താവ് അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആരുടെ ദൂരത്തിൽ? കല്ലേറ് ദൂരത്തിൽ. അന്ന് രാത്രി വാങ്ങിപ്പോവുകയാണ്. ആ പീഡാസഹനം തുടങ്ങിയാണ്. പക്ഷേ ശിഷ്യന്മാർക്കൊരു ഉറപ്പ് കൊടുക്കുന്നു, എവിടെയുണ്ട് ഞാൻ? നീ ഉറങ്ങിയാലും നിന്റെ ദൂരത്ത് ഞാനുണ്ട്. കല്ലേറ് ദൂരം അവനവൻ്റെ ദൂരമാണെങ്കിൽ എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്, അവൻ നിന്റെ ദൂരത്തിലുള്ള കർത്താവാണ്. ഇന്ന് രാത്രി പറഞ്ഞ് യേശു എവിടെയുണ്ട്? എൻ്റെ ദൂരത്തുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത്. എല്ലാവരുടെയും ദൂരത്ത് ആരുണ്ട്? കർത്താവുണ്ട്. എന്തുകൊണ്ടാണ് അവൻ എല്ലാവരുടെയും ദൂരത്ത് വരാൻ ഒക്കുന്നത്? അവൻ എല്ലാം അറിഞ്ഞവനായതുകൊണ്ടാണ് അവൻ എല്ലാവരുടെയും ദൂരത്ത് വരാൻ ഒക്കുന്നത്. എൻ്റെ പൊന്നു പ്രിയരെ, ഞാൻ മുമ്പേ പറഞ്ഞു പട്ടിണി അല്ലിന്ന് പ്രശ്നം. പക്ഷെ പട്ടിണിയും ഇന്നൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ബോർഡ് വെച്ചു, നല്ല സ്നേഹിതൻ, വിശക്കുന്നവന് അപ്പം, ദാഹിക്കുന്നതിന് വെള്ളം.
അങ്ങനെ വെച്ച പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, രഹസ്യമായി വിളിക്കും, ഭക്ഷണം എത്തിക്കും. പക്ഷെ വിളിച്ചവരാരും പാവങ്ങളോ തൊഴിലാളികളോ അല്ല, വിളിച്ചതെല്ലാം വലിയ വലിയ വീട്ടുകാരാ. അവർക്ക് വലിയ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, പക്ഷേ അകത്ത് പട്ടിണിയാണ്. ഇരക്കാൻ അറിയില്ല, മോഷ്ടിക്കാനും അറിയില്ല. ഒന്നറിയാം, പട്ടിണി അടക്കാൻ അറിയാം. പലരും വിളിച്ചു ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പം കണ്ണു തിളങ്ങുന്ന സാക്ഷ്യങ്ങൾ, കണ്ണു നിറഞ്ഞ സാക്ഷ്യങ്ങൾ. കാരണം ഇരക്കാൻ മാനം സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഈ എളിവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയരെ, കണ്ടിട്ടുകൊണ്ട് കേട്ടോ, യാഥാർത്ഥ്യമായ സംഭവങ്ങൾ ഇതൊക്കെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, വിശക്കുന്നവൻ്റെ ദൂരത്തിൽ ഇന്നും ഒരാൾ വരും. അവൻ്റെ പേര് അപ്പമായി വരും. അവൻ്റെ പേര് യേശു എന്ന. എന്തുകൊണ്ട് അവൻ ഈ വിശക്കുന്നവൻ്റെ ദൂരത്ത് വരാൻ കഴിയുന്നത്? ഒരു മനുഷ്യൻ്റെ വിശപ്പിൻ്റെ ഏറ്റവും വലിയ ശക്തി ആ ചെറുപ്പത്തിൻ്റെ ശക്തിയല്ലേ. ഞങ്ങൾ ഈ കൺവെൻഷനൊക്കെ ഇഷ്ടം പോലെ നടത്തുന്നവരാ. ഞാൻ പറയും, കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ശ്രമദാനമൊക്കെ നടത്താൻ പോകുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ എല്ലാം വിളിച്ചുകൊണ്ട് പോകും. എൻ്റെ കൂടെ ഒരു സമയത്ത് ഒത്തിരി പിള്ളേർ താമസം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ ഈ ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 10-15 പിള്ളേർ ഒരേ സമയം താമസിച്ച ഒരു സമയങ്ങളുണ്ട്. പിന്നെ എല്ലാം ചെറുപ്പക്കാർ പാർഷന്മാരായിരുന്നു. ഇപ്പോൾ ഇച്ചിട്ടൊക്കെ വ്യത്യാസമായി. പക്ഷേ അന്ന് ഒരുപാട് പിള്ളേർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയം ഞാനിവരെ എല്ലാം വിളിക്കും. എടാ പോയേക്കാം, എന്തിനാ കൺവെൻഷൻ നോട്ടീസ് ഒട്ടിക്കുക, അല്ലെ എവിടെയെങ്കിലും വീട് പണിയാൻ ശ്രമദാനത്തിനൊക്കെ അങ്ങ് പോകുമ്പോൾ 2-3 ജീപ്പിലൊക്കെ ആൾ നിറച്ചങ്ങ് പോകും. ഇവരൊറ്റക്കാരി എൻ്റെ പറയത്തുള്ളൂ, അച്ചാച്ചാ കൂടെ വരാം, പക്ഷേ തിരിച്ച് വരുമ്പോൾ ചിലവ് ചെയ്യണം. അച്ചാച്ചാ ചിലവ് ചെയ്യുമ്പോൾ എവിടെ കൊണ്ടുപോകണം? 5 സ്റ്റാറിലൊന്നും കൊണ്ടുപോകണ്ട, 5 സ്റ്റാർ തട്ടുകടയിൽ കൊണ്ടുപോകണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ തട്ടുകടയുണ്ട്. രാത്രി വെളുപ്പും തട്ടുകട. ഈ തട്ടുകട ചെന്നാൽ എന്തോ കിട്ടും? ചൂട് ദോശ കിട്ടും, പിന്നെ നല്ല ഓംലെറ്റ് ബുൾസയെ കിട്ടും. എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. 25 ദോശ, 4 ഡബിൾ ബുൾസി, ഡബിളാണേ. എന്നിട്ടും പറയുകയാണ് ഒരു സിംഗിളൂടെ അടിക്കാൻ. അപ്പോൾ അവൻ്റെ കണ്ണ് തള്ളുന്നത്. ഞാൻ പറഞ്ഞു, കൊട്ടുക്ക്, അവൻ്റെ പ്രായമല്ലേ, ഈ പ്രായത്തിലേ കഴിക്കത്തുള്ളൂ. ഇത് കേട്ടിട്ട് അച്ഛൻ പോയി 4 ഡബിൾ അടിക്കരുത്, ചത്തുപോകും. പക്ഷേ ഇത് പ്രായത്തിൽ കഴിക്കുക. ഏത് പ്രായം? ഒരു 10, ഏത് പ്രായത്തിൽ ഇതൊക്കെ കഴിക്കുക? 28-30 ആ പ്രായം. ആ പ്രായത്തിൽ കല്ല് തിന്നാലും നമ്മൾ പറയും എന്ത് ചെയ്യും? ദഹിക്കും. ഈ പ്രായമുള്ള ഒരു മനുഷ്യന് കഴിക്കുന്ന പ്രായമാണ് ചെറുപ്പക്കാരൻ്റെ കഴിപ്പ്. അവരാ ഈ രാത്രിയിലൊക്കെ കറങ്ങി നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രായത്തിൽ ഒരാളെ ഞാൻ കണ്ടു. 30 വയസ്സിൽ അങ്ങേര് 40 ദിവസം ഉപവാസം ഇരുന്നു. മറ്റാരുമല്ല, എൻ്റെ യേശുവാണ്. 30ാമത്തെ വയസ്സിൽ 40 ദിവസം ഉപവാസം ഇരുന്നു. ഞാനും ഇരുന്നിട്ടുണ്ട്. ആ പ്രായത്തിൽ 40 ഭയങ്കര പാടാണ്. കുറേ കഴിയുമ്പോൾ വയറ് കത്താൻ തുടങ്ങും. പിന്നെ കുടലെല്ലാം അങ്ങ് ചുരുങ്ങും. പിന്നെ അങ്ങ് പരവേശമായിരിക്കും. എന്നാലും അമ്മമാർ കൂടെ നടക്കും. മോനെ ചായ വേണോടാ, ഇഷ്ടം പോലെ വെള്ളം കുടിക്കണേ മക്കളെ, നാരങ്ങാ വെള്ളം. പിന്നെ ഇത് എല്ലാം വെള്ളം കുടിച്ച് കാരണം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ശരീരത്തിന് വെള്ളം ആവശ്യമല്ലേ, ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. പക്ഷേ ഈ 40-കാരന് വെള്ളമൊന്നും കൊടുക്കാൻ മരുഭൂമിയിൽ ആരുണ്ടോ? ആരെയില്ല. 40 ഇരുന്ന് എഴുന്നേൽക്കുമ്പം ഞങ്ങൾക്കൊക്കെ നല്ല കഞ്ഞി വേവിച്ച് തരും. എന്നിട്ട് പറയും, ഇച്ചിരി കഞ്ഞി കുടിച്ചോണം. എന്താ കാര്യം? കുടലെല്ലാം ചുരുങ്ങിപ്പോവും. വികസിച്ച് വരണമെങ്കിൽ ഇച്ചിരി കഞ്ഞി കുടിക്കണം. വല്ലാത്ത ഒരു ആദിയും വ്യാധിയൊക്കെ ആ സമയം ആണല്ലോ. ആണോ? ഞാൻ എത്ര പേർക്ക് 40 കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഞ്ഞി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കുടിക്കുമ്പം വിഷമമൊന്നും ഉണ്ടാകാതിരിക്കാൻ. പക്ഷേ ഈ യേശു കർത്താവ് മനുഷ്യത്വത്തിൽ 30ാമത്തെ വയസ്സിൽ 40 ഇരുന്ന് എഴുന്നേറ്റപ്പോൾ ഒരമ്മയും കഞ്ഞിയും കൊണ്ടില്ലായിരുന്നു. ഒരമ്മയും ഒരു നേതാവും നാരങ്ങാവെള്ളം കൊടുത്ത്, നാരങ്ങാനീര് കൊടുത്ത് അവൻ്റെ ഉപവാസം അവസാനിപ്പിക്കാൻ സെക്രട്ടേറിയറ്റ് നടുക്കിൽ ഒരു നേതാവില്ലായിരുന്നു. മരുഭൂമിയിലെ ദൈവകുമാരൻ. അപ്പം പിശാചു എന്ന് പറഞ്ഞു, എന്താടാ നിനക്ക് വിശക്കുന്നുണ്ടോ? പിടിച്ചോ, കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കുക. 40 ഇരുന്നവൻ കഞ്ഞി തിന്നാൽ ദഹിക്കത്തില്ല. അവന് കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ ദഹിക്കത്തില്ല. അതുകൊണ്ട് ഇന്നും ഒരു പ്രത്യേകതയുണ്ട്. വിശക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ദൂരത്തിൽ അവൻ വരും. കാരണം അവൻ വിശന്നവനായതുകൊണ്ട് ഇന്നും വിശന്നവൻ്റെ കരച്ചിലിൻ്റെ മുമ്പിൽ അവന് മാറി നിൽക്കാൻ കഴിയത്തില്ല. എത്ര ദൈവദാസന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞ് വിശന്നപ്പം ബന്ന് കാക്ക കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നമ്പിപ്പാഷൊക്കെ പറയുന്ന സാക്ഷ്യങ്ങളാണ്. മിഷണറിമാർ പറഞ്ഞിട്ടുണ്ട്, എലി സവാള കൊണ്ടിട്ട് കൊടുത്തെന്ന്. കേറ്ററിംഗാരുടെ വണ്ടി പടിക്ക് വന്നപ്പം ബ്രേക്ക് ഡൗൺ ആയത്. ഇതൊക്കെ എന്താ കാര്യം? അകത്തെ പിള്ളങ്ങൾ വിശന്നപ്പം കണ്ണീര് കൊണ്ട് മേപ്പോട്ട് ഉയർന്നപ്പം അവൻ്റെ മുമ്പിൽ അവൻ അപ്പമാകും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ വിശന്നവനായതുകൊണ്ട് ഇന്നും വിശന്നവൻ്റെ ദൂരത്തിൽ ഒരാൾ വരും. അവൻ്റെ പേര് യേശു എന്നാണ്. അവൻ്റെ കല്ലേറ് ദൂരത്ത് വരും. സാമ്പത്തിക ബുദ്ധിമുട്ട് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. കൊടുക്കുന്നവൻ പൈസ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. നാട്ടിൽ ചിലവുണ്ട്, ചൊല്ലല്ലേ, പണം ഇല്ലാത്തവൻ പിണമാണ്. സത്യമാണേ, പണം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. പണമില്ലാത്ത സഹോദരന്മാർ, എല്ലാവർക്കും പണം ഉണ്ടെങ്കിൽ ഒരാൾക്കില്ലെങ്കിൽ അവനോട് നിന്നയാണ്. കല്യാണത്തിന് ചിലപ്പം വിളിക്കത്തില്ല, അല്ലെ ഒരു നാമധേയത്തിന് വിളിക്കും. എല്ലാവരും ഈ ഇരിപ്പ് നിരപ്പിലാണ് പോക്കുന്നത്. ഇവനും ഒറ്റപ്പെടും. കാരണം അവൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട്.
അപ്പോൾ ഈ പൈസ ഇല്ലാത്തവൻ്റെ ദുഃഖം ഭയങ്കര ദുഃഖമാണ്. അവനോട് പറയും മേടിച്ചാൽ അവൻ എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. അവനെ കാണുമ്പോൾ ആരും കൊടുക്കത്തില്ല. എനിക്കൊരു രസം ഉണ്ടായി പ്രിയരെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാൽ എൻ്റെ ബിസിനസ് എല്ലാം പൊട്ടി, എനിക്ക് കൊച്ചി വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ അവൻ്റെ കട അവന് വരുന്ന അച്ഛാ എനിക്ക് ഇച്ചിരി പൈസ വേണം. ഞാൻ പറഞ്ഞേടാ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം പറഞ്ഞു അച്ഛൻ എന്നെ ഒരു കാര്യത്തിൽ സഹായിക്കാനൊക്കെ. എന്നയുടെ മക്കളെ ഇന്ന ഇടയിൽ പൈസയുണ്ട്, അയാൾ പൈസ കൊടുക്കും, പക്ഷെ ഞാൻ ചോദിച്ചാൽ കൊടുക്കത്തില്ല, കാരണം ഞാൻ നിങ്ങൾ തരാത്തനല്ലേ. അച്ഛൻ ചെന്ന് ചോദിച്ചാൽ തരും, പക്ഷേ എനിക്കാന്ന് പറയരുത്. അച്ഛനാന്ന് പറഞ്ഞാൽ മേടിക്കണം. ഞാൻ പറഞ്ഞിടാ മേടിക്കാം, പക്ഷെ ഒരു കാര്യം നീ എന്ന് കൊടുക്കും. അവന് കൃത്യമായിട്ട് കണക്കിട്ട് പറഞ്ഞ് ഇന്ന ദിവസം കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാൻ ചെയ്തു. അപ്പം എനിക്കൊരു സംശയം, ഇവൻ ഇങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ കൊടുക്കുമോ? ഞാനവനെ വിളിച്ച് ചോദിച്ചേട്ടാ ഇന്ന ദിവസം നീ കൊടുക്കുമെന്ന് പറഞ്ഞു, നീ എങ്ങനെ കൊടുക്കുമെന്നാണ് ഈ പറയുന്നത്? അപ്പോൾ അവനോട് തിരിച്ച് ചോദിച്ചു, അച്ഛാ കിട്ടുമ്പം തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ തരുമോ? അച്ഛാ കിട്ടുമ്പം തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ തരുമോ? ഇല്ല. ഒരു ഡേറ്റ് അങ്ങ് പറയച്ചാ അതങ്ങ് തരും. ഇവനെ മേടിച്ചാൽ കൊടുക്കത്തില്ല. അതുകൊണ്ട് അവനോട് എല്ലാവർക്കും നിന്നയാ, ഭാര്യ വീട്ടുകാർക്കും നിന്നയാ, സഹോദരന്മാർക്കും നിന്നയാ. കടക്കാരനല്ലേ, ഐറ്റപ്പഴയാ, ഗതി പിടിക്കാത്തവന്. പക്ഷെ ഇവൻ്റെ ദൂരത്തിൽ ഒരാൾ വരും. എന്നാ കാര്യം എന്നറിയാമോ? കരമടയ്ക്കാൻ 10 ദിവസം ഒന്ന് ഉറപ്പിച്ചു. ഇന്നത്തെ കറണ്ട് ബില്ല് പോലും കൊടുത്താൽ മതി, കരമടയ്ക്കണ്ടേ, നാളെ ഫീസ് വരും. വിശു പറഞ്ഞ് എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചൂണ്ട എടുത്തുകൊണ്ട് പോകും, മീൻ പിടിക്കുക. നിൻ്റെ കയ്യിലൊരു ചൂണ്ടയിൽ ഒരു മീൻ കുരുങ്ങും. ആ കുരുങ്ങുന്ന ചൂണ്ടയുടെ മീനിൻ്റെ വായിൽ ബ്രഹ്മപ്പണം കാണും, ചതുരബ്രഹ്മപ്പണം എടുത്തുകൊണ്ട് കൊടുത്തോ. അവൻ്റെ കരമടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നും ബുദ്ധിമുട്ടുന്നവൻ്റെ മുമ്പിൽ അവന് വരാതിരിക്കാനൊക്കത്തില്ല. അതെൻ്റെ അനുഭവം. വല്ലാതെ പ്രതിസന്ധിയിൽ അവൻ എനിക്ക് എൻ്റെ ദൂരത്തിൽ അവൻ പണവുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടോ അനുഭവം? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എന്താ കാര്യം? അവനത് കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. കാരണം അവൻ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു യേശുവാണ്, അല്ലേ? ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു യേശുവാ. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രിയപ്പെട്ടവർ വേണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം, ദുഃഖമല്ലേ? കയറി വന്ന മരുമോളോട് അമ്മ പറയുന്നു, എനിക്ക് നിന്നെ വേണ്ട. വൃദ്ധ മാതാപിതാക്കളെ മക്കള് മൈൻഡ് ചെയ്യാതിരിക്കുന്നു. ഇറങ്ങിപ്പോകാൻ പറയത്തില്ലെങ്കിലും മിണ്ടത്തില്ല. പോരെ, മിണ്ടത്തില്ല അതിൻ്റെ അർത്ഥം നീ ഇറങ്ങിപ്പോകോളാൻ അതിൻ്റെ അർത്ഥം. മിണ്ടിരിക്കും. എന്തോ ചെയ്യും? അമ്മ അങ്ങോട്ട് എടുക്കുമ്പോൾ മോളം നോക്കുന്നു. ആ നോട്ടം മതി, വിശപ്പ് തന്നെ കേട്ടോളും. ആർക്കും വേണ്ട. ഈ വേണ്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് വേണ്ടപ്പെട്ടവർ. ഇപ്പം നാട്ടുകാർ നമ്മളെ ചീത്ത വിളിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വണ്ടിക്കാരൻ നമ്മളോട് ചീത്ത വിളിച്ചാൽ ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല, കാരണം അവനും ഞാനുമായിട്ട് ഇനിയും കാണാൻ പോകുന്നില്ല. പക്ഷേ അതുപോലെയല്ല, എൻ്റെ വീട്ടുകാർ വല്ലതും പറഞ്ഞാൽ നമുക്ക് കൊള്ളത്തില്ലേ? കൊള്ളും. ഇത് വേണ്ടപ്പെട്ടവർ വേണ്ടെന്ന് പറയുന്നത് ഭയങ്കര ദുഃഖമാണ്. എൻ്റെ കർത്താവ് ഞായറാഴ്ച അങ്ങോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, നീ മതി ഓശന്നോ, അങ്ങ് മതി. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറയുക, നിന്നെ വേണ്ട, ബറബാസിനെ മതി. ഇവനെ വേണ്ട, ബറബാസിനെ മതി. ഇവനെ വേണ്ട, ബറബാസിനെ മതി. പറഞ്ഞതാരാ? വീട്ടുകാരാ. ഇന്നുകൊണ്ട് വീട്ടുകാർ വേണ്ടാന്ന് പറയുന്നവർ സ്നേഹിച്ച് കെട്ടി. പക്ഷെ ചെറുക്കം പറയുന്നു, നീ അവളെ നോക്കി, നിന്നെ വേണ്ടാടി, എനിക്ക് പോടി, ഈ ശവത്തെ എനിക്ക് വേണ്ട. കാരണം പുതിയ പെണ്ണിനെ കണ്ടപ്പോൾ ഇവളെ വേണ്ട. മക്കളെ കല്യാണം കഴിച്ചപ്പം അപ്പനും അമ്മയോടും പറയുന്നു, ഒന്ന് ചത്ത് തരാമോ, സമാധാനം തരാമോ? വേണ്ട. തിരിച്ച് മക്കളോട് പറയുന്നു, സഹോദരങ്ങൾ പറയുന്നു. മനുഷ്യൻ വേണ്ടാന്ന് പറയുമ്പോൾ അവൻ്റെ ദുഃഖം വലുതാ. പക്ഷെ അവൻ്റെ ദൂരത്തിൽ ഒരാൾ വരും, അവൻ്റെ പേര് യേശു എന്നാ. എന്തുകൊണ്ടാ? അവനെ നോക്കി പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഇന്നും വേണ്ടപ്പെട്ടവർ വേണ്ടാന്ന് പറയുന്നവൻ്റെ അകലത്തിൽ ഒരാൾ വരും, അവൻ്റെ പേര് യേശു. പ്രിയരെ, എന്തൊരു സുന്ദരനായിരുന്നു, എന്തൊരു സുന്ദരൻ! ഭയങ്കര സൗന്ദര്യമല്ലായിരുന്നു? ആ സൗന്ദര്യമൊക്കെ വിവരിക്കുന്നില്ലേ? പക്ഷെ ഞാൻ കണ്ടു, യെശയ്യാവ് പറയുന്നു, അവൻ കണ്ടാൽ ആളറിയാത്തവനായിട്ട് വിരൂപനായിട്ട് പറയുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് അവൻ്റെ രോമം പിഴുതെടുത്തപ്പോൾ അവൻ്റെ മേച്ചുണ്ട് പറഞ്ഞു പോയെന്നാ. കുരിശെടുത്ത് കൊണ്ട് പോയപ്പോൾ മുഖമടിച്ചായിരിക്കും വീണത്. വീണും എഴുന്നേറ്റും പോയപ്പോൾ അവനെ കണ്ടാൽ അറിയാത്തവനെ പോലെ ആയി മാറി. അവൻ്റെ രൂപം നഷ്ടപ്പെട്ടു. കീമോതെറാപ്പി ചെയ്ത് മുടി മുഴുവൻ പോയ അച്ചായനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് ഒക്കത്തില്ല, ഒന്നിറങ്ങി നടക്കണം, ബാ മനുഷ്യനെ കാണണം, ഒരു കല്യാണത്തിന് പോകാം. ഇല്ല മോനെ, ഞാൻ വരത്തില്ല. എന്നാ കാര്യം? എല്ലാവരും എന്നെ കണ്ടാൽ ചോദിക്കും, നിന്നെ കണ്ടിട്ട് അറിഞ്ഞില്ലോടാ. എല്ലാവരും എന്നെ സഹതാപത്തോട് നോക്കും. എനിക്ക് ആരുടെയും സഹതാപവും വേണ്ട, ആരെയും കാണുകയും വേണ്ട. സോറിയാസിസ് വന്ന് സ്കൂളിൽ പോകാത്ത പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എക്സിമ കിട്ടിയിട്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, കാരണം എന്നെ തൊടാൻ പിള്ളേർക്ക് ഇഷ്ടമില്ല. ഒരു കുഞ്ഞിനെ ഒരു അപ്പൻ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവനിങ്ങനെ ചൊറിഞ്ഞപ്പം കഴിച്ചുകൊണ്ടിരുന്ന ടേബിളിൽ പൊടി വീണപ്പോൾ അടുത്തിരുന്ന ആളെ നോക്കുന്നു. ദണ്ണം വന്നപ്പൻ മോനെ തല്ലി. അവനെന്തോ ചെയ്യാൻ? തൊലിയേന്ന് ഇങ്ങനെ പോകും, വിരൂപനായി പോവും. പക്ഷേ അവൻ്റെ ഒരു ദൂരത്തിൽ ഒരാളുണ്ട്, സുന്ദരനായിരുന്നവൻ, കണ്ടാൽ ആളറിയാത്തവനായി മാറിയത് കൊണ്ട്
ഇന്നും രോഗം വിരുവപ്പെടുത്തിയവൻ്റെ ദൂരത്തൊരാരവിടും. അവൻ്റെ കല്ലേറ് ദൂരത്തൊരാളുണ്ട്. അവൻ്റെ പേര് യേശു. അവൻ്റെ പേര് യേശു. എത്ര മക്കളോട് ഞാൻ പറഞ്ഞു കല്യാണം ആലോചിക്കട്ടെ. അവർ പറഞ്ഞു വേണ്ട. എന്താ കാര്യം? കുടിയൻ്റെ മോനല്ലേ, കുടിയൻ്റെ മോളാ. ആര് പെണ്ണ് തരാനാ? ആര് കല്യാണം ആലോചിക്കാനാ? പക്ഷെ അവരുടെ ദൂരത്തൊരാളുണ്ട്, യേശു. എന്താ കാര്യം? അവനെ നോക്കി പറഞ്ഞു, ഇവൻ അവൻ്റെ മോനല്ലേ, തച്ചൻ്റെ മോനല്ലേ. അവൻ്റെ ദൂരത്തൊരാൾ വരും, അവൻ്റെ പേര് യേശു. പ്രിയരെ, എൻ്റെ കർത്താവ് യെരുശലേമിലേക്ക് വന്നു. എന്തിൻ്റെ പുറത്താണ് വന്നത്? കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ? കഴുതപ്പുറത്ത്. എനിക്ക് ഭയങ്കര ദണ്ഡം തോന്നി. ഞാനും കർത്താവായിട്ട് വഴക്കുണ്ടാക്കി. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥന ചിന്തിക്കണം, മല്ല പിടിക്കണം. കർത്താവെ, മോശമായി പോയില്ലേ, നീ എന്തിൻ്റെ കുതിരപ്പുറത്ത് വരാഞ്ഞത്? എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നേ, ഞാൻ വലിയ കാര്യത്തിൽ എടുത്തതാണ്. ഭയങ്കര മൈലേജായി ഇതിന്. ഞാനിതുമായിട്ട് എടുത്തപ്പോൾ എൻ്റെ പാർശ്വം വിശ്വാസികൾ പറഞ്ഞു, ഓട്ടോ പാർശ്വം എന്ന് പറഞ്ഞ പേരായി. ഞങ്ങൾക്ക് നാണക്കേടാ. എൻ്റെ ഒരു ഉപ്പാപ്പനോട് പറഞ്ഞു, കത്തിച്ചു കളയുന്നതിൻ്റെ ഓട്ടം, മേലിൽ ഓട്ടോയെ വന്നേക്കണം. കാരണം അവർക്ക് നാണക്കേടാ, ഉദ്ദേശിച്ച് ഓട്ടോയിൽ പോയ. ഇതുപോലെ അന്ന് എന്തിൻ്റെ പുറത്ത് വന്നു? കഴുതപ്പുറത്ത്. സമാധാന സമയത്തൊക്കെ വരും, എന്നാലും ഒരു രാജാവാണ്, ഒരു കുതിരപ്പുറത്തൊക്കെ വരണ്ടേ. അപ്പം ഞാൻ ചോദിച്ചു, നമുക്കൊരു കുതിരപ്പുറത്ത് വരത്തില്ലായിരുന്നു കർത്താവ്? അപ്പം കർത്താവിൻ്റെ പറഞ്ഞു, ഞാൻ കുതിരപ്പുറത്താണ് വന്നെങ്കിൽ, ഞാൻ നടന്നാൽ പോലും നിങ്ങൾ ഒപ്പം എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഓടണ്ടേ? കുതിര നടക്കുമ്പോൾ ഒപ്പം എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. അപ്പം പിന്നെ കഴുതപ്പുറത്ത് വന്നാൽ എന്തിനാ? പെതുക്കെ നടക്കത്തുള്ളൂ. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. വീട്ടിൽ നിന്നേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലാ മക്കളും, ഒരു വീട്ടിൽ 2-3 മക്കളുണ്ടെന്ന് വെച്ചു. ഒരുത്തം മൊണ്ണയാണ്, മൊണ്ണ പൊട്ടൻ. മറ്റവൻ എല്ലാത്തിനും മിടുക്കനായ A+. അമ്മയ്ക്കിഷ്ടം, എല്ലാവരെയും ഇഷ്ടമാണെങ്കിലും മറ്റേ മോനെ പറയും, പക്ഷേ ഇവൻ മിടുക്കൻ, സൺഡേ സ്കൂളിൽ മിടുക്കൻ, സ്കൂളിൽ മിടുക്കൻ, ട്യൂഷൻ മിടുക്കൻ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മിടുക്കൻ, അവൻ മിടുക്കൻ. അവനെ പറ്റി എനിക്കൊരു ഭാരവും ഇല്ല. പക്ഷെ ഇവനെ കണ്ടോ? മൊണ്ണ. ആരെ? ഈ പൊട്ടൻ മൊണ്ണ. ഈ മൊണ്ണെ നിങ്ങൾക്കൊന്ന് കരയിപ്പിക്കാം? കരയത്തില്ല. അവനെ അടിച്ചാൽ കരയത്തില്ല. അമ്മയുടെ വാശി അതാ, അവനെ അടിച്ചാൽ കരയത്തില്ല, ഇങ്ങനെ നിൽക്കും. എന്താ കാര്യം? അവൻ അക്സെപ്റ്റ് ചെയ്തു. മൊണ്ണ എന്ത് ചെയ്യും? പക്ഷെ എനിക്കറിയാം, ഈ മൊണ്ണയുടെ ദൂരത്തിൽ ഒരാളുണ്ട്, കഴുതപ്പുറത്ത് വന്ന യേശു. എൻ്റെ യേശു A+കാരൻ്റെ ലോകത്ത് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ, ഇംഗ്ലീഷ് അറിയാവുന്നവിടെ പടപടാന്ന് ഇംഗ്ലീഷ് പറയുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ കൂടെ മാത്രമാണ് യേശു കുതിരപ്പുറത്താണ് വന്നതെങ്കിൽ അവരൊക്കെ ഇവിടെ കാണത്തുള്ളായിരുന്നു. ഞങ്ങളൊന്നും വലിയ മിടുക്കൻ്റെ ലോകത്തു നിന്നും വന്നവരല്ല. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കാൻ, പിൻപനെ മുൻപനാക്കാൻ അവനൊരു കഴുതപ്പുറത്ത് വന്നു. ഇന്ന് രാത്രി കുഞ്ഞെ, നീ സ്ലോ ആണെങ്കിൽ നിന്റെ ദൂരത്ത് ഒരാളുണ്ട്, അവൻ്റെ പേര് യേശു എന്നാ. ആ യേശു നിന്റെ അകലത്തിലുണ്ട്. വീടൊരാഗ്രഹമല്ലേ? ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നോടൊരു ദൈവദാസൻ ചോദിച്ചു, 50 വർഷമായി ഞാൻ കർത്താവിൻ്റെ വില ചെയ്യുന്നു. ഒരു കൊച്ചു മുറി, ഭയങ്കര ഇടിഞ്ഞു പൊളിച്ചൊരു വീട്, ചോർച്ചയുള്ളൊരു വീട്. ഒറ്റ ആഗ്രഹം, വലിയ ആഗ്രഹമൊന്നുമില്ല. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു നല്ല മുറിയിൽ ഒരു വിരിഞ്ഞ് കിടന്നൊന്ന് ചാകണം. ഒക്കെ വരിക്കോ? ഞാൻ ഒത്തിരി ഹോള് പണിതു, ഒത്തിരി പാസനേജ് പണിതു, ഒത്തിരി ചാക്കോട്ട കെട്ടി. ഒറ്റ ആഗ്രഹം, ഒരു മുറി, നല്ല മുറി കിടന്ന് ചാകണം. ഞാൻ കണ്ടു അയാൾ വിരിഞ്ഞ് കിടന്ന് നല്ല മുറി കിടന്ന് മരിക്കുന്നത്. എന്താ കാര്യം? വീടില്ലാത്തവൻ്റെ ദൂരത്തിൽ ഇവന് വരാൻ കഴിയും. കാരണം പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. തലചായി അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാൻ ഇടമില്ലാതെ 33 കൊല്ലം നടന്നവൻ ഇന്നും വീടില്ലാത്തവൻ്റെ ദൂരത്തിൽ അവൻ കൂരയായിട്ട് വരും. എൻ്റെ വീടിൻ്റെ അവസ്ഥകളെ മാറ്റിയത് ദൈവമാണെന്ന് മറക്കരുതേ. നോക്കണം, അവൻ്റെ കൂരയായിട്ട് വരും. ഈ കർത്താവ് നിൻ്റെ അകലത്തിൽ കാണും. പക്ഷേ ഈ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. ഹൃദയം നുറുങ്ങുമ്പോൾ അവൻ കല്ലേറ് ദൂരത്തല്ല. പിന്നെ ഇവിടെ സംഘത്തിന് 34. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. കല്ലേറ് ദൂരത്താണെങ്കിലും ചങ്ക് കൂടുതലായി വിഷമിക്കുമ്പോൾ അവൻ അവിടെ ദൂരത്ത് ഇരിക്കത്തില്ല. അവൻ നിൻ്റെ അടുത്ത് വന്ന് നിന്നോടൊപ്പം ഇരിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. കല്യാണം കഴിപ്പിക്കുമ്പോൾ നമ്മൾ പറയും, ഭാര്യ ഭർത്താവിന് തക്ക തുണ, നല്ല കാര്യം. അങ്ങനെ തന്നെ ആയിരിക്കണം. കുറേ നാൾ കഴിയുന്നു, ഭർത്താവിന് പെട്ടെന്ന് ഒരു നെഞ്ചിനകത്ത് വേദന, ആശുപത്രി കൊണ്ടുവന്നു, ഭാര്യയും കൂടെ ഉണ്ട്. കാഷ്വാലിറ്റിയിൽ നിന്ന് ICUലോട്ട് മാറ്റുന്നു, സ്ട്രെച്ചറെ ഓടുന്നു, ഭാര്യയും കൂടെ ഓടുന്നു. ICUവിൻ്റെ വാതിൽക്ക് ചെല്ലുന്നു, സ്ട്രെച്ചർ അകത്ത് കയറുന്നു, ഭാര്യയും കൂടെ ചാടി കയറുന്നു. പക്ഷെ കയറ്റുമോ? ഇല്ല. സെക്യൂരിറ്റി പറയും, നിങ്ങളിവിടെ നിൽക്കുക. അത് എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, അതൊക്കെ ഞങ്ങൾ തരാം, നിങ്ങളവിടെ നിന്നു, എല്ലാം പിടിച്ചോ, ചോദിക്കുന്ന അനുസരിച്ച് ഓരോന്ന് തന്നാൽ മതി. കയറ്റുമോ? അകത്ത് ഇല്ല. തക്ക തുണ പുറത്ത്. സ്ട്രെച്ചറകത്ത് കയറുന്നു, ഡോർ അടയുന്നു. അവിടെ ഒരു തുണയുണ്ട്. ആ തുണയുടെ പേരറിയാമോ? കഷ്ടങ്ങളിൽ അടുത്ത തുണ. ഈ യേശുവിൻ്റെ ഒരു പ്രത്യേകത, അവൻ ഹൃദയം നുറുങ്ങുമ്പോൾ
നിനക്ക് അടുത്തതോടെയാ. ഇന്ന് രാത്രി ആ കർത്താവ് ഈ കൺവെൻഷൻ്റെ ഗ്രൗണ്ടിനകത്തുണ്ട്. നിന്റെ കല്ലേറ് ദൂരം മാത്രമല്ല, നിന്റെ കല്ലേറ് ദൂരത്തിരിക്കുന്ന യേശു ഹൃദയം നുറുങ്ങുമ്പോൾ അടുത്ത് വരുന്നൊരു കർത്താവാണ്. എനിക്ക് ഈ കർത്താവിനെ ഈ ദിവസങ്ങളിലായിട്ട് ഒത്തിരി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കല്ലേറ് ദൂരം മാത്രമല്ല, എൻ്റെ കണ്ണ് നനഞ്ഞാൻ അറിയുന്നൊരു യേശു. ആ ദൈവം നിനക്ക് നല്ലൊരു പിതാവാണ്. എൻ്റെ യേശുവിനെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഞാനൊരു ഡോക്ടറുടെ കഥ വായിച്ചേ. ഡോക്ടറുടെ ഒരു അനുഭവ സാക്ഷ്യം കേട്ടത് വായിച്ചതാണ്. ഡോക്ടർക്ക് ഐസിയു നിൽക്കുകയാണ്. അപ്പോൾ ഒരു പാവം പിടിച്ചൊരു ഓട്ടോക്കാരനൊരു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയാണ്. ആ കുഞ്ഞിന് 10-16 വയസ്സായി. വല്ലാത്ത വേദന, കിടന്ന് പൊളയുക, മരണവേദനയാണ്. അപ്പോൾ ഇവനെ ഐസിയു കയറ്റി ഇവരെ പുറത്ത് നിർത്തി. അപ്പം കുഞ്ഞിനെ അകത്ത് കയറ്റിയിട്ട് ഐസിയുവിൻ്റെ പുറത്ത് നിന്ന്. പക്ഷേ ഈ വിടവൊക്കെ പഴയ ഒരു ഹോസ്പിറ്റലാണ്, വിടവിക്കൂടൊക്കെ കാണാം. എല്ലാവരും ചുറ്റും നിൽക്കുന്നു, മരുന്നൊക്കെ കൊടുക്കാൻ നോക്കുന്നു. പക്ഷേ കൊടുക്കം കിടന്ന് പൊളയുക. അവസാനം ഈ അപ്പന് ഈ വിടവിക്കൂടെ കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അപ്പൻ അവിടെ കിടന്നുകൊണ്ട് ഇടിച്ചപ്പം ഡോക്ടർ വന്നിറങ്ങി. എന്താ കാര്യം സാറേ? ആ കുട്ടിക്ക് ഒത്തിരി ഇഞ്ചക്ഷൻ കൊടുത്തല്ലേ? കൊടുത്തു. അവൻ ഉറങ്ങുന്നില്ലേ? ഇല്ല സാറേ, അവനിപ്പോൾ ഉറങ്ങാറില്ല. എന്നാ കാര്യം? അങ്ങനെ ഭയങ്കര വേദന വരുമ്പോൾ അവൻ കിടന്ന് പൊളയും. അപ്പം ഞാനൊരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് അകത്ത് കയറ്റിയാൽ ഞാൻ ഉറക്കാം. അതെങ്ങനെ? ഞാൻ അവനെ ഇത്രയും പ്രായമായെങ്കിലും ഈയിടെയായിട്ട് അവൻ വേദന കൂടുമ്പോൾ ഞാൻ അവനെ എടുത്ത് പുറത്തിട്ട് 2 തട്ട് തട്ടുമ്പോൾ അവൻ ഉറങ്ങിക്കോളും. എന്നെ ഒന്ന് അകത്ത് കയറ്റിയാൽ ഞാൻ ഉറക്കെ കാണിക്കാം. ഡോക്ടർ പറഞ്ഞു, സോറി, ഐസിയു ആണ്, മറ്റ് പേഷ്യൻസ് ഉണ്ട്, അതുകൊണ്ട് അകത്ത് കയറ്റാൻ ഒക്കത്തില്ല. കഥ സോറി, അടച്ചോട്ടെ. അപ്പം വെള്ളം പറഞ്ഞു, സാറേ ഒരു കാര്യം അവനോട് പറയണം. എന്താണ്? അവനാ കിടക്കുന്നത് ഒരു ഭിത്തിയോട് ചേർന്നാണ് അവൻ്റെ തല. അതിൻ്റെ തൊട്ട് പുറകിലൊരു വരാന്തയാണ്. ആ വരാന്തയിൽ അപ്പൻ നിപ്പുണ്ടെന്ന് അവനോടൊന്ന് പറഞ്ഞേക്കാം. ഡോക്ടർ പറഞ്ഞു ഓക്കെ. പക്ഷെ അതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? ഐസി കിടക്കുന്ന ചെറുക്കനോട് പറയാണ്, നീ കിടക്കുന്ന വരാന്തയുടെ അപ്പുറത്ത് ഈ ഭിത്തിക്കപ്പുറത്ത് അപ്പനുണ്ടെന്ന് പറഞ്ഞ് അതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. അതുകൊണ്ട് ഡോക്ടർ മറന്നുപോയി, പറഞ്ഞില്ല. പക്ഷെ വെളുപ്പിന് ഡോക്ടർ ഡ്യൂട്ടി മാറാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഓടി വീട്ടിൽ പോകാനുള്ള തിരക്കിൽ ക്ഷീണിച്ച് വശനായ ഡോക്ടർ രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വരുമ്പോൾ അയാളൊരു കാഴ്ച കാണുന്നു. ഞെട്ടിപ്പോയി. അപ്പം വാക്ക് വരച്ചു. പാവം അപ്പൻ ഈ കൊച്ചു കിടക്കുന്ന കട്ടിലിൻ്റെ ഭിത്തിയുടെ അപ്പുറത്ത് അവൻ്റെ തല എവിടാണോ അവിടെ എടുത്ത് നെഞ്ചു മുട്ടിച്ച് വെച്ചിട്ട് കൈ രണ്ടും പൊക്കി ഭിത്തിയെ വെച്ച് അന്നേരം മുതൽ അപ്പം നിപ്പുണ്ട്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചിലപ്പോഴൊക്കെ ചോദിച്ചു, നീ എവിടെയാ? കാണുന്നില്ലയോ? എവിടാ നീ? ഇനി കണ്ടില്ലെങ്കിലും ആ ഭിത്തിയുടെ അപ്പുറത്ത്. ഇന്ന് രാത്രി അവനെ അറിയാൻ നിനക്ക് കഴിയണ്ടേ? നിന്റെ കല്ലേറ് ദൂരത്തുള്ള കർത്താവ് ഹൃദയം നുറങ്ങുമ്പോൾ അവനിങ്ങ് അടുത്ത് വരും. ആ കർത്താവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഒരാശയമല്ല, ഞാനൊരു ആശയത്തെ പ്രസംഗിക്കാൻ വന്നവരല്ല, ഞാൻ തത്വചിന്തയുടെ ആളുമല്ല. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതും ഞങ്ങളുടെ നാവ് രുചിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് യേശു. യേശു ഇന്ന് രാത്രി ഈ കൺവെൻഷനകത്ത് ആ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ ആ കർത്താവ് നിങ്ങളെ തൊടാൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ രോഗിയാണോ? നിന്റെ ദൂരത്ത് യേശുവുണ്ട്. നീ വല്ലാത്ത സാമ്പത്തിക കെടിയിലാണോ? കരമടയ്ക്കാൻ കാശില്ലാഞ്ഞവൻ നിന്റെ ദൂരത്തുണ്ട്. നിന്റെ വീട് തകർന്നു കിടക്കുകയാണോ? നിന്റെ വീട്ടിൽ യേശുവുണ്ട്. നീ വിശന്നവനാണോ? നിന്റെ ദൂരത്ത് യേശുവുണ്ട്. നിന്റെ കുഞ്ഞ് സ്ലോയാണോ? അവൻ നാളെ നിനക്കൊരു ഭാരമാകും നീ ചിന്തിക്കുന്നുണ്ടോ? പിൻപനെ മുൻപനാക്കുന്നവൻ നിന്റെ ദൂരത്തുണ്ട്. പഠിക്കാൻ തീരമായ മോശമായ കൊച്ചുങ്ങൾ എന്നോട് കേട്ടിട്ടുണ്ട്. ഭയങ്കര പാടായിരുന്നു, ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ചെയ്തു അച്ഛാ, കസേര ഇട്ടിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്കിതൊന്നും മനസ്സിലായില്ല. ഞാനൊരു കസേര ഇട്ടിട്ട് എൻ്റെ യേശുട്ട് പറഞ്ഞു, യേശുവേ ഈ പൊട്ടം പഠിക്കാൻ പോവാ, ഒന്നും അറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. ഒരു കസേര ഇട്ടിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നോണം. എനിക്ക് നല്ല മാർക്ക് കിട്ടി. എന്നാ കാര്യം? അവനങ്ങ് ഫെയ്ത്തായിട്ട് എടുത്തു. അവനൊരു കൊച്ചു വിശ്വാസം. പക്ഷെ നിന്റെ സിമ്പിൾ വിശ്വാസത്തെ മാനിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശു. നിന്നെ വേണ്ടല്ലേ? വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നിന്റെ ദൂരത്ത് ഒരുവനുണ്ട്. അവനെ നോക്കി പറഞ്ഞു വേണ്ട. ഇതുപോലെ മനുഷ്യനെ അറിയാവുന്ന ഒറ്റയാളെ ഈ ലോകത്തുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. ഞാൻ എൻ്റെ യേശുവിനോട് ചോദിച്ചു, ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കണ്ടോ? നിങ്ങൾ കാണുന്ന ചിത്രമൊന്നും അല്ല ചിത്രം. മീശ വലിച്ച് പറിച്ചപ്പം മേച്ചുകൊണ്ട് പറഞ്ഞു പോയി കാണും. മുഖം മുഴുവൻ കാർക്കിച്ച് തുപ്പി. പീലാത്തോസിൻ്റെ അന്നാസിൻ്റെ അരമന മുതൽ ഒന്നും വെള്ളം പോലും കുടിച്ചിട്ടില്ല. കണ്ടാൽ ആളറിയാത്തവനായി കുരിശുമേ കിടക്കുക. രൂപഗുണമുണ്ടോ? ഇല്ല.
കിരീടമുണ്ടോ? ഇല്ല. നല്ല പട്ടുകുപ്പായം ഉണ്ടോ? ഇല്ല. നല്ല വലിയ പൊന്നാഭരണം ഉണ്ടോ? തങ്കയാഭരണങ്ങളുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇവൻ്റെ അടുക്കൽ ഇത്രയും ആൾ വരുന്നത്? ഒറ്റക്കാര്യം, ഇവൻ എന്നെ അറിയാം, മതി. അതുകൊണ്ടാണ് ഇന്നും ക്രൂശിൻ്റെ അടുത്ത് ആൾ വരുന്നത്. ഉറപ്പുണ്ടല്ലോ, നിന്നെ അറിയുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു. ആ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സജീവമായി അവനെ അനുഭവിക്കാൻ എത്ര പേരുന്ന് രാത്രി തയ്യാറാകും? എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ച്. നിങ്ങളൊന്ന് അതരം തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവകുലത്തിന് വേണ്ടി നൽകപ്പെട്ട ഒരു നാമം, യേശു എന്ന നാമം. അതൊരു നാമമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് യേശു. യേശു, 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 യേശു. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. താങ്ക് യു. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി യേശു രോഗികളെ തൊടും. ഇന്ന് രാത്രി യേശു വ്രണത മനസ്സുകളെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി നിൻ്റെ മുറിവുകളെ കെട്ടും, നിൻ്റെ മുറിവുകളെ കെട്ടും, നിൻ്റെ വീടിൻ്റെ തകർച്ചകളെ മാറ്റും. കാരണം അവനെ നിന്നെ അറിയാം. ആരും അറിയുന്നില്ലല്ലേ? യേശു അടുത്തൊരു യാഥാർത്ഥ്യം. അവൻ കേൾക്കുമോ? കേൾക്കും. എൻ്റെ ഒരു ശുശ്രൂഷ അനുഭവം പറയട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു അനുഭവം. സമാന അനുഭവങ്ങൾ ഒത്തിരി പേർക്കുണ്ടായിരിക്കാം. ഒത്തിരി പേരുടെ രഹസ്യങ്ങളെ എനിക്കറിയാം. ഒത്തിരി പേരുടെ രഹസ്യങ്ങൾ എന്നോട് ഒത്തിരി പേര് ഹൃദയങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതിൽ ഒരു സംഭവം, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു, വീട്ടിൽ വന്നു. ഭർത്താവ് ഒട്ടും സപ്പോർട്ടീവല്ല. അമ്മായിമ്മ ശക്ത, പാവം പിടിച്ച കുട്ടി. സങ്കടം സഹിക്കാൻ വരുമ്പോൾ, കുറ്റപ്പെടുത്തൽ കൂടുമ്പോൾ അവൾ ബാത്റൂമിൽ കയറും, ചങ്ക് പൊട്ടി കരയും. പക്ഷെ പേടിയാണ് കരയാൻ, കാരണം ശബ്ദം കേട്ടാൽ അതിനടി കിട്ടും. ഒന്ന് പറയുന്ന മിണ്ടി തരുന്നതിന് മുമ്പ് അങ്ങ് മോങ്ങാൻ തുടങ്ങും. അയ്യോ, അവിടെ കരച്ചിൽ കണ്ടല്ലോ, ഒറ്റ ഞെക്ക് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് കരയാനൊക്കെ ഇല്ല. പിന്നെ അവളെന്തോ ചെയ്യും, കഥ അടച്ചിട്ട് ടാപ്പ് തുറന്ന് വിടും. പിന്നെയും പേടിയാ, വായി തോർത്ത് കുത്തിക്കയറ്റും. എന്നിട്ട് അങ്ങ് അമറിക്കരയും. കരഞ്ഞു തീർത്തിട്ട് പിന്നെ കരഞ്ഞൊന്നും കാണിക്കാനൊക്കെ സോപ്പിട്ട് നല്ല മുഖം കഴുകി ഇറങ്ങി വരും. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് അവൾ പെൺകുട്ടിയല്ല, വളർന്നു വലുതായി. അവിടെ അവസ്ഥകൾ മാറി, അവൾ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷേ ആ കുട്ടിയുടെ വേദന എനിക്കറിയാമായിരുന്നു. ഞാൻ നിൽക്കുന്ന ഒരു വേദിയിൽ ഒരിക്കൽ പോലും ആ സഹോദരിയെ കാണാത്തൊരു ദൈവദാസൻ അവളെ വിളിച്ചിട്ട് ഇങ്ങനെ ദൂത് പറയുന്നത് ഞാൻ കേട്ടു. നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ സഹിക്കാതെ വരുമ്പോൾ നീ ബാത്റൂമിനകത്ത് കയറി ചങ്ക് പൊട്ടി കരഞ്ഞ്, കേൾക്കാതിരിക്കാൻ തോർത്ത് വായി തുരുകി കെട്ടിയിട്ട് സോപ്പിട്ട് മുഖം കഴുകി ഇറങ്ങി വരുമ്പോൾ, കുഞ്ഞെ ഞാനത് കാട്ടുന്നു. അങ്ങനെ കേൾക്കാനൊക്കെ കേൾക്കാം. എന്താ കാര്യം? ഹൃദയം നുറുങ്ങുമ്പോൾ സമീപസ്ഥ യേശു. ആ യേശു ഇന്ന് രാത്രി പന്തലുണ്ട്. യേശു വരാൻ ഒറ്റ കാര്യമുള്ളൂ, 2-3 പേർ അവൻ്റെ നാമത്തിൽ കൂടിയാ അവിടെ അവൻ വരും. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേര് കൂടിയെടുത്ത് ഈ യേശുവിനെ ഞാൻ പ്രസംഗിക്കുമ്പോൾ യേശു വരാതിരിക്കുമോ? യേശു ഇവിടെ ഉണ്ട്. ശ്വാസത്തെക്കാൾ അടുത്തൊരു യാഥാർത്ഥ്യമായി യേശു ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ തൊട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം യേശുവിനോട് പകരാനുള്ള സമയം. വൃദ്ധരുടെ വേദനകളെ അറിയുന്നവൻ അതുകൊണ്ടാണ് പറയുന്നത്, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് ഞാൻ നിന്നെ കൈവിടത്തില്ല. പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വേദനകളെ യേശുവിലോട്ട് പറഞ്ഞ് ആ നിമിഷങ്ങൾ. കുഞ്ഞുങ്ങളെ, യേശു ഒരു യാഥാർത്ഥ്യം, യേശു ഒരു വ്യക്തിയാണ്. യേശു ഒരു ആശയമല്ല, യേശു ഒരു വ്യക്തിയാണ്. ഇഫ് ഹീ ഈസ് എ പേഴ്സൺ, യു ക്യാൻ ടച്ച് ഹിം, യു ക്യാൻ ഫീൽ ഹിം. അതെൻ്റെ അനുഭവം. ഞാൻ ഇന്നും എൻ്റെ യേശുവിനോട് സംസാരിച്ചത്. ചിലപ്പോഴൊക്കെ തോന്നും ഇതൊക്കെ അങ്ങ് നിർത്തിയേക്കാം, വയ്യ കർത്താവേ. പക്ഷെ എൻ്റെ യേശുവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ വയ്ക്കാൻ തോന്നുന്നില്ല. സാമാന്യം വലിയൊരു ചർച്ച, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. വിശ്വാസികളുടെ വീടുകളിൽ പോലും കൂടിയെത്താൻ ഒക്കുന്നില്ല. അപ്പോൾ ഓർക്കും എനിക്ക് അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ യേശുവിനെ കുറിച്ച് പറയാൻ കേൾക്കുമ്പോൾ 1000 ആവേശം. കാരണം ഹീസ് എ റിയാലിറ്റി, ഹീസ് എ ലിവിങ് ഗോഡ്, ഹീസ് എ ലിവിങ് പേഴ്സൺ. ആ കർത്താവിന് രാത്രി ചിലരെ സൗഖ്യമാക്കുന്നുണ്ട്. ആ കർത്താവിന് രാത്രി ചിലരുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ കെട്ടുന്നുണ്ട്. രാത്രി ഭയങ്കര ആന്തരിക സൗഖ്യത്തിൻ്റെ രാത്രി. 81ാമത്തെ കൺവെൻഷൻ്റെ ചരിത്ര സംഭവമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു യേശു കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. തൊട്ടോ യേശുവിനെ തൊട്ടാട്ടെ. ഞാനൊരു വൈകാരിക ആവേശത്തെ പറയല്ല,
എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് തൊടാം, യേശുവിനെ തൊടാം. വിശ്വാസത്തോടെ സ്പർശിച്ചേ. എല്ലാവരും ആരും ഇതിനകത്ത് വെറുതെ ഇരിക്കരുത്. നിങ്ങളുടെ വേദനകൾ യേശു. നിൻ്റെ വീട് തകർന്നതാണോ? അവൻ നിന്നെ പണിയാൻ കഴിയും. നീ വല്ലാതെ വിഷമിക്കുന്നവനാണോ? നിന്നെ ദൈവത്തിന് മാറ്റാൻ കഴിയും. നിൻ്റെ ജീവിതം ഭാവി വല്ലാതെ അടഞ്ഞു പോയതാണോ? ഇന്ന് രാത്രി നിൻ്റെ ഭാവിയെ തുറക്കുന്ന യേശു കർത്താവുണ്ട്. അവൻ്റെ പേര് നസ്രത്തിലെ യേശു. യേശുവേ യേശുവേ യേശുവേ. കരമുയർത്തി പ്രാർത്ഥിച്ചോ, കരമുയർത്തി പ്രാർത്ഥിച്ചോ. എങ്ങനെയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. കരമുയർത്തി പ്രാർത്ഥിക്കണം, കരമുയർത്തി പ്രാർത്ഥിക്കുക. ഇരു കൈകളും നെഞ്ചത്തേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവർ, കൈകൾ മലർത്തി പ്രാർത്ഥിക്കുന്നവർ എങ്ങനെയാണോ അങ്ങനെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഫ്രീഡം പൊസിഷൻ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി യേശുവിനോട് പ്രാർത്ഥിച്ച്. യേശു ഇന്ന് രാത്രി ചിലരെ ആശ്വസിപ്പിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ചിലർക്ക് ഭയങ്കര ആശ്വാസം ഇന്ന് രാത്രി യേശു കൊടുക്കുകയാണ്. പ്രണത മനസ്സുകൾക്ക്, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട. അവൻ നിൻ്റെ രട്ടഴിച്ച് നിന്നെ സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവം. കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കുന്നൊരു യേശു. നിൻ്റെ ദുഃഖത്തിൻ്റെ പുതപ്പ് ഇന്ന് രാത്രി കർത്താവ് മാറ്റുകയാണ്. നിൻ്റെ തകർച്ചയുടെ ചരിത്രത്തെ യേശു ഇന്ന് രാത്രി മാറ്റും. നിൻ്റെ നൊമ്പരങ്ങളുടെ വിഷയങ്ങളെ, നിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രങ്ങളെ മാറ്റും. നിൻ്റെ കുഞ്ഞുങ്ങളുടെ വേദനകളെ മാറ്റും. മാതാവേ, നിൻ്റെ മനസ്സ് ദൈവം അറിയുന്നുണ്ട്. നിൻ്റെ നൊമ്പരം യേശു അറിയുന്നുണ്ട്. നിൻ്റെ ആദ്യം യേശു അറിയുന്നുണ്ട്. യേശു പറയുക, നിൻ്റെ കുഞ്ഞ് നിൻ്റേതല്ല, എൻ്റേതൂടാ. നിൻ്റെ കുഞ്ഞ് നിൻ്റേത് മാത്രമല്ല, എൻ്റേതാ. നീ ഒരിക്കലും നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. എന്തുകൊണ്ടാ? തുപ്പലേറ്റവനെ നിന്നെ അറിയാം. സ്കൂളിലൊക്കെ പോയി നിൽക്കുമ്പോൾ വല്ലാതെ നിന്നയല്ലേ, ചമ്മിയാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം, തുപ്പലേറ്റവനെ നിൻ്റെ നിന്നെ മാറ്റാൻ കഴിയും. ഇന്ന് രാത്രി നിൻ്റെ നിന്ന മാറ്റുന്ന യേശു ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ആ യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവിനോട് പ്രാർത്ഥിച്ചു. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയാമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയാമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. രാത്രി മാതാവേ, എന്നെ അറിയുന്ന ഒരു യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ട് ഹരകാശിന്റെ മുതലില്ലാതെ തലചായ്പാനും. ഓ ഹരകാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ല. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. കരങ്ങളെ ദിവസത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചാണ്. യോഗാനന്തരം ഞാനിവിടെ കാണും. എനിക്കത് ദീർഘദൂരങ്ങൾ മണിക്കൂറുകൾ യാത്ര ചെയ്യണം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവസാന വ്യക്തിക്ക് വരെ പ്രാർത്ഥിക്കാൻ വേണ്ടി എളിവൻ തയ്യാറാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഔപചാരികമായ യോഗം പ്രാർത്ഥിച്ച് നിർത്തണം. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഇന്ന് രാത്രി ജനത്തിന് വേണ്ടി അടിയോ പ്രാർത്ഥിക്കുക. ഈ ചപ്പഴുതിൽ 81ാമത്തെ വർഷവും ഈ യോഗം നടക്കുന്നത് കർത്താവ് യേശു കർത്താവ് ഒരു യാഥാർത്ഥ്യമായതുകൊണ്ടാണല്ലോ. ആ കർത്താവിൻ്റെ കൃപയാണല്ലോ. ഇന്ന് രാത്രിയിലും എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണല്ലോ. ആ ജീവിക്കുന്ന കർത്താവ് ഈ ജനത്തെ ഇന്ന് രാത്രി സ്പർശിക്കണമേ. അവരുടെ സ്വകാര്യ നൊമ്പരങ്ങളിലേക്ക്, അവരുടെ വേദനകളിലേക്ക്, അവരുടെ തകർച്ചകളിലേക്ക്, അവരുടെ കണ്ണീരുകളിലേക്ക്, അവരുടെ കർത്താവെ ആ ആരും അറിയാത്ത വേദനകളിലേക്ക് അടുത്തു വരാൻ കഴിയുന്ന നിനക്ക് മാത്രമേ ഉള്ളല്ലോ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ അറിയുന്നവൻ നീ മാത്രമാണല്ലോ. നീ അറിഞ്ഞ ദൈവമായതുകൊണ്ട് ഈ ജനത്തെ ഇന്ന് രാത്രി നിനക്ക് അറിയാൻ കഴിയുമല്ലോ. അവരെ അറിഞ്ഞിന്ന് രാത്രി ഈ സാധുക്കളെ തൊടണമേ. അവരെ പുറത്ത് കണ്ട ഒരു കുഴപ്പമില്ല. അവർ എല്ലാവർക്ക് മുമ്പിൽ അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ വിങ്ങുന്ന ഈ മനസ്സുകളെ ഇന്ന് രാത്രി എൻ്റെ യേശു തൊടണേ. വിങ്ങുന്ന ഈ മനസ്സുകളെ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് സൗഖ്യമാക്കണേ. യേശുവേ, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്തവനെ, ഹൃദയം നുറങ്ങുമ്പോൾ സമീപസ്ഥനെ,
മനസ്സ് തീർന്നവനെ രക്ഷിക്കുന്നവനെ, ഞങ്ങളുടെ കണ്ണീരെല്ലാം നിന്റെ തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കുന്നവനെ, രാത്രി അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കുക. സ്തോത്രം. ഞങ്ങൾ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഈ കർത്താവിന്റെ രൂപം എത്ര മനോഹരം, കണ്ടാൽ ആളറിയാത്തവൻ. എല്ലാവരും നോക്കി അവരും നോക്കി മുഖം കുലുക്കുമ്പോഴും കൊടാകോടി ജനങ്ങൾ, കറുത്ത ആഫ്രിക്കക്കാരും വെളുത്ത സായിപ്പോ, പ്രിയരെ ശാസ്ത്രജ്ഞനോ താഴെ കിടക്കുന്നവനും അക്ഷരം അറിയാവുന്നവനും അക്ഷരം അറിയാത്തവനും അല്ല അവന്റെ അടുക്ക വരുന്ന എന്തുകൊണ്ടാ? ഒറ്റക്കാരിയോ, എന്നെ അറിഞ്ഞവൻ എന്നെ അറിയാൻ കഴിയോ? എല്ലാം അറിഞ്ഞ ഒരുവനെ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുമ്പോ അവന് നിന്നെ അറിയാൻ കഴിയത്തില്ലേ? ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ട മുഴുവൻ വ്യക്തികൾക്ക് വേണ്ടി എളിയവർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ദൈവം നിങ്ങളെ ഇന്ന് രാത്രി ക്രിസ്തു യേശുവിൻ്റെ നാമം വീണ്ടും ഒരിക്കൽ കൂടി മഹത്വപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ.